കടുത്ത ചൂടിൻ്റെ ഭീതി ഒന്ന് തെല്ലകന്നപ്പോൾ കടുത്ത മഴ നൽകുന്ന ഭീതി നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകളെക്കുറിച്ചും കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഏതൊക്കെ തരത്തിലാണ് എന്നാണ് നമുക്കറിയേണ്ടത്. ഷീജ തയ്യാറായിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, ഗുഡ് മോർണിംഗ്. വേനൽമഴ എത്തി, കടുത്ത വേനലിന് ആശ്വാസമായി, പക്ഷേ വേനൽമഴ ഉണർത്തുന്ന വെല്ലുവിളികളും വലുതായി മാറുകയാണ്. എന്താണ് നമുക്ക് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ? ഗുഡ് മോർണിംഗ് സിന്ധൂരി. ഏതായാലും സംസ്ഥാനത്ത് അതികഠിനമായ ചൂടിന് ചെറിയൊരു ശമനം ചിലയിടങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയാൻ സാധിക്കുക. പക്ഷേ പൂർണ്ണമായും എല്ലായിടത്തേക്കും ആ ചൂടിന് ശമനമായിട്ടില്ല. അത് ഈ വേനൽ മഴ സംസ്ഥാന വ്യാപകമായി തന്നെ ശക്തി പ്രാപിക്കുമ്പോൾ ആ ചൂടിന് പൂർണ്ണമായ രീതിയിൽ ശമനം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. നിലവിൽ ഇന്ന് ഏതായാലും മഴ മുന്നറിയിപ്പുകൾ പരിശോധിക്കുമ്പോൾ കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ഈ 4 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന 2 മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ളൊരു സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്. വേനൽ മഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇടിമിന്നലോടുകൂടിയ, ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയാണ് വേനൽ മഴയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജാഗ്രത ജനങ്ങൾ പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ഈ കാറ്റിൻ്റെ വേഗത കൂടി നിൽക്കുന്നതാണ്. ചിലയിടങ്ങളിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ വരെ മണിക്കൂറിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള കരുതലുകൾ അത് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. പ്രത്യേകിച്ച് അതിപ്പോൾ തീരദേശ മേഖലയാകട്ടെ അല്ലെങ്കിൽ മലയോര മേഖലയാകട്ടെ എല്ലായിടങ്ങളിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ്. ചൂടിന് മുന്നറിയിപ്പുള്ള ഇടങ്ങളിൽ ആ രീതിയിൽ ചൂടിന് പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ജനങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് വരുന്ന 5 ദിവസവും ഈ രീതിയിൽ മഴ ശക്തമായ രീതിയിൽ, ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്നുള്ളതാണ് പറയുന്നത്. ഇന്നിപ്പോൾ 4 ജില്ലകളിലാണ് യെല്ലോ അലേർട്ടെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ മാറി മാറി പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് സിന്ധൂരി. അതുകൊണ്ട് തന്നെ സംസ്ഥാനം വ്യാപകമായി ഈ രീതിയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത അത് ഇന്നും നിലനിൽക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ചൂടിനൊരു ശമനം മഴ പെയ്യുന്ന ഇടങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സംസ്ഥാനം വ്യാപകമായി പരക്കെ മഴ ലഭിക്കുന്നത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. ഷീജ, ഈ വേനൽമഴ ശക്തി പ്രാപിച്ച ഇടങ്ങളിലൊക്കെ കനത്ത നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ചിലയിടങ്ങളിൽ വേനൽ മഴ ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ പറയുന്നത് പോലെ ശക്തമായിട്ടുള്ള ഇടിമിന്നൽ കാരണം നാശനഷ്ടങ്ങൾ ചിലയിടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും വീടുകളിലെ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് കേടുപാടുകൾ ഈ ഇടിമിന്നലിൽ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ ആ രീതിയിൽ ഉള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗുരുതരമായിട്ടുള്ള നാശനഷ്ടങ്ങളിലേക്ക് കടന്നിട്ടില്ല. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ജനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് സിന്ധൂരി.